അത്ഭുതദ്വീപ് എന്ന സിനിമ ഒരുപാട് കുഞ്ഞ് മനുഷ്യരുടെ ഒരു വലിയ സിനിമയാണ്. അത്തരം വൈകല്യമുള്ളവർ അല്ലെങ്കിൽ പൊക്കക്കുറവോ വളർച്ചക്കുറവോ കാരണം സമൂഹത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവർക്ക് ആ ഒരു സിനിമ ആശ്വാസം തന്നെയായിരുന്നു. അങ്ങനെ ആ സിനിമയിലൂടെ ഒത്തിരി അങ്ങനെയുള്ള കഴിവുള്ള താരങ്ങളെ നമുക്ക് സുപരിചിതമായി ലഭിച്ചു. അതിൽ ഒരാളാണ് നിഖിൽ ബാബു എന്ന പ്രിയപ്പെട്ട കലാകാരൻ. കുഞ്ഞാശാൻ എന്നെല്ലാവരും വിളിക്കുന്ന ഒരു ബോഡി ബിൽഡർ കൂടിയാണ് ഈ ദേഹം. സ്റ്റേറ്റ് അവാർഡ് 2 പ്രാവശ്യമാണ് അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ നിഖിൽ ബാബു വിവാഹിതനാകാൻ പോകുന്നു എന്നതാണ് പറയുന്നത്. വിഷ്ണുപ്രിയ എന്ന മറ്റൊരു താരത്തിനെയാണ് നിഖിൽ വിവാഹം കഴിക്കുന്നത്. 3 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വീട്ടിലെ സമ്മതത്തോടെ തന്നെ വിവാഹത്തിനായി ഒരുങ്ങുന്നത്. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായി ഇത് മാറുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വിവാഹത്തെ തന്നെയാണ് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തുടക്കമെല്ലാം ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല വാർത്തയായി സോഷ്യൽ മീഡിയയിൽ ഇത് മാറുകയും ചെയ്യുന്നു. നിഖിലിനും വിഷ്ണുപ്രിയയ്ക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത്. ചെന്നൈയിലാണ് വിഷ്ണുപ്രിയ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് നാട്ടിൽ വരുമ്പോഴൊക്കെയും റീലുകൾ എടുക്കാനും നിഖിലിനോടൊപ്പം സമയം ചിലവഴിക്കാനും വിഷ്ണുപ്രിയ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് ഇരുവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. സോഷ്യൽ മീഡിയയിൽ അത് തന്നെ കുറേയധികം വട്ടം പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണ ദിനങ്ങൾക്ക് തുടക്കമായി, ഒത്തുചേരലിനും തുടക്കമായി. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി സൈൻ ചെയ്തു. ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം ചേർന്ന് നിന്നു. ഇങ്ങനെയായിരുന്നു 20 ഫെബ്രുവരി ആയപ്പോൾ തന്നെ താരങ്ങൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത്. ഫൈനലി ഞങ്ങളുടെ വിവാഹ തീയതിയോട് അടുത്തിരിക്കുകയാണ്. എന്നാണ് വിവാഹമെന്ന് ഇരുവരും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഉടനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആശംസകൾ അറിയിക്കുകയായിരുന്നു. ജൂലൈ 19-നായിരിക്കും ഇതിൻ്റെ ഫിക്സേഷൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഞായറാഴ്ചയായിരുന്നു ഇതിൻ്റെ എല്ലാ തുടക്കവും നടന്നത്. പാലോടുള്ള വിഷ്ണുപ്രിയയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇവരുടെ വിവാഹ ഉറപ്പീര് ചടങ്ങ് നടന്നത്. ബാബുവിൻ്റെയും സുലന്തയുടെയും മകൻ നിഖിൽ ബാബുവും മരിച്ചുപോയ സുരേഷ് കുമാറിൻ്റെയും തങ്കമണിയുടെയും മകൾ വിഷ്ണുപ്രിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അഥവാ വിവാഹമുറപ്പിക്കൽ ചടങ്ങ് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ സാന്നിധ്യത്തോടെ വിഷ്ണുപ്രിയയുടെ പാലോട്ടെ വീട്ടിൽ വെച്ച് ഇന്നലെ രാവിലെ 10:30-ക്കായിരുന്നു കഴിഞ്ഞത്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ആ വാർത്ത ഏറ്റെടുത്തു. രണ്ടുപേരും പരസ്പരം ബൊക്കെ കൊടുത്തായിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ തുടക്കം കുറിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.